പനാരം പഞ്ചായത്തിൽ 19-ാം വാർഡിൽ കൊളത്താറ എന്ന പ്രദേശത്ത് ഒരൊറ്റപ്പെട്ട ഒരു കുന്നും പ്രദേശത്താണ് ഈ കൊച്ചിയുടെ മകളായ സുനിതയും ഭർത്താവും താമസിച്ചിരുന്നത്. അവിടെ ഒരു ദിവസം സുരേഷ് മദ്യപിച്ച് വരികയും മദ്യപാനത്തിൻ്റെ അടിമയായ സുരേഷ് സ്വന്തം ഭാര്യയെ നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ മൂത്ത മകളായ ബബിത മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ബബിത പിന്നീട് ദുർമരണം നടന്ന വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതുകൊണ്ടും ഒറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ടും ഈ സുനിതയുടെ അമ്മ വല്യമ്മ ഈ കൊച്ചിയെയും കൂട്ടി ഈ പല കോളനികളിലായിട്ട് ബന്ധുവീടുകളിലായിട്ട് താമസിച്ച് വരികയായിരുന്നു. ഒരു വീട് കിട്ടിയാൽ ഞാൻ എൻ്റെ മക്കളെ ഇവിടെ നിൽക്കുമല്ലോ, ഓടിപ്പാഞ്ഞ് നടക്കാണ്ട് അവിടെ ഇവിടെ പട്ടിണി കിടന്ന് നിൽക്കാണ്ട് അങ്ങനെ ഒരു ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. കണ്ണൂരിലുള്ള അശോക മാഷ് എൻ്റെ സുഹൃത്തായിരുന്നു. മൂപ്പറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായൊരു കുടുംബത്തിൻ്റെ മാഷ് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാഷ് ഇതിന് മുൻകൈ എടുക്കുകയും മാഷയുടെ നേതൃത്വത്തിൽ മാഷ് ഒരു സുഹൃത്തിൻ്റെ വകയായിട്ട് സ്ഥലം മേടിച്ച് തരികയും അതേപോലെ തന്നെ വീട് കെട്ടാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപം മാഷവാദുണ്ടായി. അതുമുതലാണ് ഞങ്ങൾ ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഒരു കമ്മിറ്റി, അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് കുട്ടിയെ സംരക്ഷിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ ചെയർമാനായി അശോക മാഷും കൺവീനറായി ഞാനും പ്രവർത്തിച്ചു തരികയാണ്. വീട് പണിക്ക് മൊത്തത്തിൽ 15 ലക്ഷം രൂപയോളം വരും. ഇപ്പം തറ കെട്ടിയപ്പോൾ തന്നെ 2.5 ലക്ഷം രൂപേൻ്റെ മേലെ കടന്നു കഴിഞ്ഞു. ഇനി ഒരു 13 ലക്ഷം രൂപ കണ്ടെത്താനുള്ള മാർഗമായിട്ട് ഞങ്ങൾ പല രീതിയിലും ജോയിൻ്റ് അക്കൗണ്ട് എടുത്തിട്ട് പനമരത്തെ 5-ാം മൈലുള്ള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെയായിട്ട് അതിൽ ആകെ വന്നൊരു 1.25 ലക്ഷം രൂപയാണ് പൈസയായിട്ട് ഇതുവരെ വന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കണ്ടെത്താനുള്ള മാർഗ്ഗമായിട്ട് ഞങ്ങൾ കണ്ടത് ഒരു ചിത്രരചനാ ക്യാമ്പ് കോഴിക്കോട് വെച്ച് നടത്തിയിരുന്നു. മാതൃഭൂമിയുടെ മദനൻ സാറൊക്കെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ MP രാഘവൻ സാറാണ്, MK രാഘവൻ സാറാണ് ആ ചിത്ര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. അവരുടെ അന്ന് വരച്ച ചിത്രം കേരളത്തിലെ 14 ജില്ലയിലെ പ്രമുഖരായ ചിത്രകാരന്മാർ മിക്കവരും വന്നിട്ടാണ് ആ ചിത്രം 10-30ഓളം ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾ വിറ്റ് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ചിത്രം വിറ്റ് കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ തുക ഏകദേശം സംഭരിക്കാൻ പറ്റുമെന്നാണ്. അതിനെല്ലാവരും കൂട്ടി ഒത്തൊരുമിൽ ഞങ്ങൾക്കൊരു കിടക്കാൻ എന്തെങ്കിലും ഒരു പായാക്കി തന്നാൽ മതി മാത്രം. എൻ്റെ പൈതൽ മക്കളുണ്ട്, വിഷമം തീരുന്നില്ല കേട്ടോ.